സ്ത്രീകളെ പോലും അതിശയിപ്പിക്കുന്ന അത്രമേൽ സൂക്ഷ്മവും സുന്ദരവുമായ വേഷപ്പകർച്ചയിൽ പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങുന്നു. കൊല്ലം ചവറയിലെ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഈ കാഴ്ചകൾ. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് വിളക്കുമായി ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കും. പിന്നെ അല്പനേരം കാഴ്ചക്കാർക്ക് കൗതുകമായി ദേവീക്ഷേത്ര സന്നിധിയിൽ ചുറ്റിത്തിരിയും. ആചാരവും ആത്മീയതയും ചേർന്നൊരു ദൃശ്യവിരുന്ന്. ചിലരുടെ രൂപഭാവങ്ങൾ കണ്ടാൽ ആരും പറഞ്ഞു പോകും, അഴകളവിൽ അവൻ അവളാണ്. ആദ്യമായി വിളക്കെടുക്കുന്നവരും ദേവീകടാക്ഷത്താൽ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വഴിപാടായി വർഷം തോറും മുടങ്ങാതെ എത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കൊല്ലം. ഇതിപ്പോൾ നമ്മൾ അടുത്തൊരു ചേട്ടൻ വഴി ഇവിടെ വന്ന് ഇപ്പം 3 വട്ടം വരം വെച്ച് കഴിഞ്ഞ്. ഇല്ല, ഞാൻ ഇവിടെ അമ്പലത്തിൽ വരുന്നത് ആദ്യമാണ്. വിളക്കെടുക്കാനാണ് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വിളക്കെടുക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാടുണ്ട്. അപ്പം 4-5 വർഷമായിട്ട് ആളെടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു. അപ്പം ഞാനൊരു നേർച്ച ആഗ്രഹിച്ചു. എൻ്റെ അമ്മയെ സഹായിച്ചു തന്നു. 4 ദിവസമായിട്ടുണ്ട്. കന്യാകുമാരി ശരിക്കും ഞാൻ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അമ്മ നടത്തി തരുന്നുണ്ട്. അത് കാരണം പിന്നെ എടുക്കുന്നു. 2 ദിവസങ്ങളിലായാണ് ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം. ഭക്തിയും കലാപരവുമായ ഈ അപൂർവ ആചാരം വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നു. എനിക്കിഷ്ടമുള്ളത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ കുഞ്ഞുങ്ങളെ മൂത്തമോന് 1 വയസ്സ് തൊട്ട് എടുക്കുന്നുണ്ട് ചമയവിളക്ക്. ചെറിയ ആൾ ജനിച്ചത് കോവിഡ് ടൈമിലായതുകൊണ്ട് 2 വർഷം എടുത്തില്ല. അപ്പോൾ ബാക്കി എല്ലാ വർഷവും ദേവിയുടെ മുന്നിൽ നമ്മുടെ ഒരു നേർച്ചയാണല്ലോ, ഏറ്റവും വലിയൊരു നേർച്ചയാണ്. അപ്പോൾ മക്കളെ അവർക്ക് താല്പര്യമുള്ള കാലത്തോളം വിളക്കെടുപ്പിക്കണം. നമ്മുടെ നാടിൻ്റെ വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസമാണ്. അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളെ തോൽപ്പിക്കുന്ന അംഗലാവണ്യത്തോടെ സ്ത്രീയായി അണിഞ്ഞൊരുങ്ങി ചമയവിളക്കെടുക്കാൻ കേരളത്തിന് പുറത്തു നിന്നെത്തുന്നവരുമുണ്ട്. ചമയപ്പുരകളിൽ കയറി ഒരുങ്ങിയിറങ്ങുമ്പോൾ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വ്രതാനുഷ്ഠാനങ്ങളോടെ ദേവിക്ക് മുന്നിൽ ചമയവിളക്കെടുക്കുന്നു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.